ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോയാണ്. മാഗി ഇഡ്ഡലിയാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. മുംബൈയിലൊക്കെ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണിത്. ഇതിൻ്റെ ടേസ്റ്റ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പം വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പം നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇഡ്ഡലിയുടെ മാവ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി 2 ഗ്ലാസ് പച്ചരിക്ക് ഒരു അര ഗ്ലാസ് ഉഴുന്നും 1 ടേബിൾ സ്പൂണോളം ഉലുവയും കൂടെ ഇട്ട് നല്ലപോലെ കഴുകി ഒരു 4-5 മണിക്കൂർ നേരം ഞാൻ കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. അരിയും ഉഴുന്നും കുതിർത്തെടുക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി മാവ് തയ്യാറാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുപോലെ കുതിർന്നതിന് ശേഷം നല്ല പോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന ടൈമിൽ ഞാൻ 1 കപ്പ് ചോറ് കൂടി ചേർത്തിട്ടാണ് അരച്ച് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓവർനൈറ്റ് വെച്ച് ഫെർമെൻ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെ ബാറ്ററാണ്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മാഗി ഇഡ്ഡലി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം മാഗി ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് മാഗി ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കണം. മാഗിയുടെ അളവ് വന്നിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം. ഞാനിവിടെ ഒരു 2 ക്യൂബ് മാഗി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലതുപോലെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെക്കണം. അപ്പോൾ ആ ഒരു ചൂടുവെള്ളത്തിലിരുന്ന് മാഗി നല്ലതുപോലെ നമുക്ക് വെന്ത് കിട്ടും. മാഗി വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാം. പച്ചക്കറികൾ നമുക്ക് ഇഷ്ടമുള്ളത് ഈ ഒരു ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്ട്രീറ്റ് ഫുഡ് ആണെങ്കിലും അത്യാവശ്യം ഒരു ഹെൽത്തി വെർഷനാണ്. കാരണം നമ്മൾ ഇഡ്ഡലിയിലാണ് മാഗി തയ്യാറാക്കിയെടുക്കുന്നത്. ഒപ്പം തന്നെ അത്യാവശ്യം എല്ലാ ടൈപ്പ് വെജിറ്റബിൾസും നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നുമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ്, ഉള്ളി, പിന്നെ ഒരു തക്കാളി ആണ്. ഇനി നമുക്ക് പച്ചക്കറികളെല്ലാം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. ഇപ്പം ഞാൻ പച്ചക്കറികളെല്ലാം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന മാഗിയും നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് മാഗി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു ഇഡ്ഡലിക്ക് നമുക്ക് വേറെ ഒരു സൈഡ് ഡിഷിൻ്റെയും ആവശ്യമില്ല. കാരണം നമ്മൾ പച്ചക്കറികളും മസാലകളും ഒക്കെ ഒരുമിച്ച് ചേർത്ത് വളരെ വ്യത്യസ്തമായ ടേസ്റ്റിലാണിത് തയ്യാറാക്കിയെടുക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ബീൻസാണ്. ഇതൊക്കെ ഞാൻ 1 കൈപ്പിടി വീതമാണ് ഇട്ട് കൊടുക്കുന്നത്. തോനെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ക്യാരറ്റും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്ക് അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ്. കൂടെ തന്നെ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്കിതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു കളറ് കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ മാഗി പാക്കറ്റിന് ഉള്ളിലുള്ള മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 പൗച്ച് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന മാഗിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി മാഗിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ നമുക്ക് മസാലയും മാഗിയും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം.
അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേവിച്ചെടുത്ത ചിക്കനും അല്ലെങ്കിൽ മുട്ടയും ഒക്കെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു രീതിയിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ മാഗി നല്ലതുപോലെ ഒന്ന് മസാലയുമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു 4 പാർട്ടായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഇഡ്ഡലി മാവ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇഡ്ഡലി മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ്. ഇനി നമ്മളിത് ഇങ്ങനെ കുറച്ച് ഇഡ്ഡലി മാവ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെന്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് 2 സൈഡും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ടേസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടാനായിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർ മാത്രം നെയ്യ് ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയൊക്കെ ഇതിന് മുകളിലേക്ക് ഗാർണിഷിങ്ങിനായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നല്ലതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാഗി ഉപയോഗിച്ചിട്ടുള്ള ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ട് കിട്ടും. അപ്പം വളരെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു മാഗി ഇഡ്ഡലിയുടെ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലൊരു പാത്രം ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് നല്ല ഷേപ്പിലാക്കിയതിന് ശേഷം സെർവ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി മാഗി ഇഡ്ഡലിയുടെ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നല്ല അടുത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.